ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിക്കുകയും തൗഹീദിൻ്റെ അടിത്തറയിൽ ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ച് നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായി നിർബന്ധമാണ്. ഒന്ന്, നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ജനങ്ങൾ കാണാൻ വേണ്ടി, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കൊന്നും അള്ളാഹു പ്രതിഫലം നൽകുകയില്ല. അതിനാണ് തൗഹീദ് എന്ന് പറയാം. നമ്മുടെ ഇബാദത്തുകളൊക്കെ തൗഹീദാണ്. നിസ്കാരാണെങ്കിലും ദിക്റാണെങ്കിലും ഖുർആൻ പാരായണാണെങ്കിലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണെങ്കിലും ഏതൊരു ഇബാദത്ത് ചെറുതോ വലുതോ ഏതാമാകട്ടെ അതൊക്കെ റബ്ബിനു വേണ്ടി മാത്രം ശരിയായ നിയ്യത്ത്, ഇഖ്ലാസു നിയ്യത്ത് വേണം. എങ്കിലേ നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കും. രണ്ടാമതായിട്ടുണ്ടായിരിക്കേണ്ട പ്രത്യേകത മുതാബഅത്തുർ റസൂൽ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ടായിരിക്കണം. നല്ലതല്ലേ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചാൽ അള്ളാഹു അത് പരിഗണിക്കണമെന്നില്ല. ഇപ്പോൾ സുജൂദ് ചെയ്യുന്നത് നല്ലതാണല്ലോ. ഒരാളിപ്പോൾ ജുമ നിസ്കരിക്കുമ്പോൾ ളുഹർ നിസ്കരിക്കുന്ന പോലെ തന്നെ 4 റക്അത്ത് നിസ്കരിക്കാൻ തീരുമാനിച്ചത്. 2 റക്അത്ത് കൂടുതൽ, കുറച്ചിട്ടൊന്നുമില്ലല്ലോ. അള്ളാഹുവിന് വേണ്ടി തന്നെ നമ്മൾ ചെയ്തത്. 2 റക്അത്ത് സുജൂദ്, 2 സുജൂദ് അധികം കിട്ടി, 4 സുജൂദ് അധികം കിട്ടി, 2 റുക്കൂ അധികം കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് സൗകര്യമുണ്ട്, സമയമുണ്ട്, എന്തിനാ 2 റക്അത്തിൽ ഒതുക്കുന്നത്, 4 നിസ്കരിച്ചൂടെ എന്നൊരുത്തം തീരുമാനിച്ചിട്ട് ഒരു ദിവസം നമ്മൾ 4 റക്അത്ത് ജുമ നിസ്കരിച്ചാൽ ആ ജുമ സ്വഹീഹല്ല, അള്ളാഹു സ്വീകരിക്കില്ല. നമ്മൾ മോശമായ ഒരു സംഗതിയും അതിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു മോശമുണ്ട്. എന്താണ് അത്? ബിദഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കെതിരായിട്ട് നല്ലതല്ലേ എന്ന് കരുതി നമ്മൾ ചെയ്താലും എന്താണ് അത്? ബിദഅത്താണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ ചോദിക്കുന്നത് സൂറത്ത് ശൂറ 21-ാമത്തെ ആയത്തിൽ, അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്. അതല്ല, അവർക്ക് പങ്കാളികളുണ്ടോ അള്ളാഹു വിളംബരം ചെയ്യാത്ത ഒരു ദീൻ ശരീഅത്തായി നിർമ്മിച്ചു കൊടുക്കാൻ? നമുക്ക് ശരീഅത്ത് എന്താണ് വേണ്ടത്, മതം എന്താണ് വേണ്ടത്, ദീൻ എന്താണ് വേണ്ടത്, അത് കൃത്യമായി വഹി നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിലും സുന്നത്തിലും അതുണ്ട്. ഇത് കൂടാതെ ഖുർആനിലോ സുന്നത്തിലോ ഇല്ലാത്ത പുതിയൊരു കാര്യം ദീനായിട്ട് ചെയ്യാൻ അവർക്കെന്താ വേറെ ശരീഅത്തുണ്ടാക്കാൻ അള്ളാഹു നിശ്ചയിച്ച പങ്കാളികളുണ്ടോ? 42-ാമത്തെ സൂറത്ത് ശൂറയിലെ 21-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം എന്താണ്? അങ്ങനെ പങ്കാളിയില്ല. നിയമമുണ്ടാക്കാൻ അള്ളാഹുവിന് മാത്രമേ അവകാശമുള്ളൂ. ഈ യഹൂദ ക്രൈസ്തവരൊക്കെ പിഴച്ചുപോയത് അവർക്ക് നബിമാർ വരാത്തത് കൊണ്ടല്ല, അവർക്ക് കിതാബുകൾ ലഭിക്കാത്തത് കൊണ്ടല്ല. അഹ്ലി കിതാബാണ് അവർ. എന്നിട്ടും അവർ വഴിതെറ്റിപ്പോയത് അള്ളാഹു നബിമാരിലൂടെയും കിതാബുകളിലൂടെയും പഠിപ്പിച്ചു കൊടുത്ത ദീനിന്റെ പുറമെ പുരോഹിതന്മാർ വേറെ ദീനുണ്ടാക്കി. നല്ലതല്ലേ എന്നുള്ള നിലക്ക് പുതിയ കുറെ ആചാരങ്ങൾ വന്നു. അങ്ങനെയാണ് യഹൂദികൾ പിഴച്ചു പോകുന്നത്, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭവിക്കുന്നത്.
അങ്ങനെയാണ് നസാറാക്കൾ പഴിച്ചു പോകുന്നത്. അവരിലേക്ക് അമ്പിയാക്കൾ വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് കിതാബുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അത് പോരാഞ്ഞിട്ട് അവരുടെ സ്വന്തം വക അവർ പുതിയ ദീനുണ്ടാക്കി. ഇത് ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ഉമ്മത്ത് ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്. അള്ളാഹുവും അവന്റെ റസൂലും ദീനാക്കാത്ത ഒരു സംഗതി ദീനാണ് എന്നുള്ള നിലക്ക് മുസ്ലിം ഉമ്മത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് തികച്ചും അഹ്ലുസുന്നയ്ക്ക് പുറത്തുനിന്നാണ്. ഉദാഹരണം ഷിയാക്കൾ. അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന യഹൂദിയാണ് ഷിയയിസം ഉണ്ടാക്കിയത്. അവരുടെ ലക്ഷ്യം തന്നെ അഹ്ലുസുന്നയെ തകർക്കുക എന്നുള്ളതാണ്. പ്രമാണങ്ങൾ വരെ അവർ തിരുത്തി. ഖുർആനും സുന്നത്തിനും അപ്പുറത്ത് അവര് പുരോഹിതന്മാരുടെ ഇമാമുകളുടെ വാക്യത്തിന് പ്രാധാന്യം കൊടുത്തു. റബ്ബിന്റെ സിഫത്തുകൾ ഇമാമുകൾക്ക് വകവെച്ചു കൊടുത്തു. റബ്ബിന് മാത്രം നൽകേണ്ട ഇസ്തിഗാസ അവർ ഇമാമുകൾക്കും ഔലിയാക്കൾക്കും നൽകുന്ന സമ്പ്രദായമുണ്ടായി. മഹാന്മാരുടെയും അമ്പിയാക്കളുടെയും മഖബറുകൾ യഹൂദികളെ പോലെ അവർ കെട്ടിപ്പൊക്കി. മഖാമുകൾ ഉണ്ടാക്കി, ജാറങ്ങളും ദർഗകളും ഉണ്ടാക്കി. അതേപോലെ തന്നെ ഉറുക്കും ഏലസും നൂലും ഇതൊക്കെ ഈ ഉമ്മത്തിലേക്ക് കടന്നു വന്നത് ശിയകളിലൂടെയാണ്. ഇതൊക്കെ ദീനാണെന്നുള്ളതൊക്കെ നമ്മൾ ഉമ്മത്തിൽ നടക്കുന്ന കാര്യമാണ്. ഉറുക്ക്, നൂല്, ഏലസ്, തൽസമാത്ത്, അറബ് മാന്ത്രികം, എന്തൊക്കെ പരിപാടികളുടെ നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ കൊണ്ടുവന്ന ഷിയാക്കളാണ്. ഷിയകളിൽ നിന്ന് അഹ്ലുസുന്നയിലേക്കും പല വഴികളിലൂടെ ഇത് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത്, അദ്ദേഹത്തിന്റെ സ്വഹാബികളുടെ കാലത്ത്, സ്വഹാബികൾക്ക് ശേഷം താബീങ്ങളുടെ കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ലോകത്ത് ഒരിടത്തുമില്ലാത്ത ചില കാര്യങ്ങളാണ് ഇന്ന് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളും സംസ്കാരങ്ങളും. ഇന്ന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പള്ളിയല്ല, ആളുകളുടെ മനസ്സിന്റെ മഖ്ബറാണ്, ജാറാണ്. എങ്ങോട്ടാ വഴിമാറിപ്പോയത്? ഷിയകൾ മുസ്ലിങ്ങളെ തകർക്കുക. പണ്ടും അങ്ങനെ തന്നെയാണ് തകർന്നത്. ഈസാ നബിയുടെ അനുയായികൾ ഈസാ നബിയുള്ള കാലത്ത് വളരെ നല്ല മാർഗത്തിലായിരുന്നു. പിൽക്കാലത്ത് വന്നവർ അതിനെ തകർത്തു. യഹൂദികളുടെ അനുയായികൾ മൂസാ നബിയുടെയും മറ്റ് ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട റസൂലുമാരുടെയും കാലത്ത് അവർ ശരിയായ പാതയിലായിരുന്നു. പിന്നീട് അവരെന്ത് ചെയ്തു? ഭിന്നിച്ച് പലതായിട്ട് അവർ ഭിന്നിച്ചുപോയി. പിന്നെ അവർ ഇസ്ലാമിന്റെ എതിരാളികളായിട്ടുള്ള തൗഹീദിന് എതിരായ വിശ്വാസമുള്ള യഹൂദ ക്രൈസ്തവരായി അധപ്പതിച്ചു എന്ന് കാണാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ തൗഹീദ് വേണം. രണ്ടാമതായി അത് നബിചര്യയോട് യോജിക്കണം. ഞാൻ നല്ലതല്ലേ ചെയ്യുന്നത്? ഇപ്പോൾ റബീഉൽ അവ്വൽ മാസമാണ്, ഞങ്ങൾ നബിയെ സ്നേഹിക്കല്ലേ? നബിയോടുള്ള സ്നേഹത്ര വലിയൊരു കുറ്റാണോ? നിങ്ങൾ ഈ വഹാബികൾക്ക് ഇത് എന്തു പറ്റി എന്നൊക്കെ ആളുകൾ ചോദിക്കും. നബിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ നബിചര്യ പഠിക്കണം. നേരം വെളുത്ത് എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ നബിചര്യയോട് യോജിച്ച 100 കണക്കിന് പ്രവർത്തനങ്ങളും അമലുകളും ഇബാദത്തുകളുമുണ്ട്. അതൊക്കെ പഠിക്കുകയും നടപ്പാക്കുകയും ചെയ്യാം. ആഴ്ചകളിൽ പ്രത്യേകം സുന്നത്തുള്ള തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ് പോലുള്ള ഇബാദത്തുകളുണ്ട്. നബിയെ സ്നേഹിക്കുന്നവരും നബിചര്യയെ പിന്നാലെ വരുന്നവരും ഓരോ ദിവസവും ചെയ്യേണ്ട ഇബാദത്തുകളും ദിക്റുകളും പുണ്യങ്ങളും നിസ്കാരങ്ങളും, ആഴ്ചയിൽ പ്രത്യേകം സുന്നത്തുള്ളത്, മാസത്തിൽ പ്രത്യേകമുള്ള അയ്യാമുൽ ബീദിലെ നോമ്പുകൾ പോലുള്ള കാര്യങ്ങൾ, ഫർളിന് പുറമെ ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ള ഒരു സത്യവിശ്വാസി നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. നബിയോട് സ്നേഹമുള്ളവരാണ് സ്വഹാബികൾ. അവരാരും യഹൂദികളുടെയും ക്രിസ്ത്യാനികളുടെയും ഉത്സവങ്ങളും ജന്മദിനാഘോഷങ്ങളും സമ്പ്രദായങ്ങളും ചാവടിയന്തരങ്ങളും ഒന്നും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. സഈദ് ബിൻ ജുബൈർ അദ്ദേഹത്തിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, ഖാല ജാഅ റജുലുൻ മിനൽ അൻസ്വാർ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മഹ്സൂൻ. നമ്മൾ നേരത്തെ സ്വർഗ്ഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കേട്ട ഒരു ഹദീസാണ്. അൻസ്വാറുകളിൽപ്പെട്ട ഒരു മനുഷ്യൻ അതീവ ദുഃഖിതനായി നബിയുടെ അരികിലേക്ക് വന്നു. ഫഖാല ലഹു നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഫുലാനു മാലി അറാക മഹ്സൂന. നബി അദ്ദേഹത്തോട് ചോദിച്ചു, ഓ മനുഷ്യ, നിനക്ക് ഇതെന്തു പറ്റി? നിന്നെ ഞാൻ ദുഃഖിതനായിട്ട് കാണുന്നുവല്ലോ. ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ നബിയല്ലാ, അല്ലാഹുവിന്റെ നബിയെ, ഷൈഉൻ, ഒരു കാര്യമുണ്ട്, ഫക്കർതു ഫീഹി, ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു പോയി, അങ്ങനെയാണ് സങ്കടം വന്നത്. ഫഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാഹു, എന്താണ് നിന്നെ സങ്കടപ്പെടുത്തിയ കാര്യം? ഖാല, അദ്ദേഹം പറഞ്ഞു, നഹ്നു നഗ്ദു അലൈക വനറൂഹ് നൻളുറു ഇലാ വജ്ഹിക വനുജാലിസുക വഗദൻ തുർഫഉ മഅൻ നബിയ്യീന ഫലാ നസ്ലു ഇലൈക. ഞങ്ങൾ രാവിലെ നിന്റെ അരികിൽ വരും, താങ്കളുടെ മുഖം നേരിട്ട് നോക്കി, ഞങ്ങൾക്ക് താങ്കളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. താങ്കളുടെ മജ്ലിസിൽ താങ്കളുടെ കൂടെ ഞങ്ങൾ ഇരിക്കും. അങ്ങനെ നൻളുറു ഇലാ വജ്ഹിക വനുജാലിസുക, താങ്കളുടെ മുഖത്തേക്ക് നോക്കി താങ്കളുടെ കൂടെ തന്നെ ഞങ്ങൾ ഇരിക്കാറുണ്ട്. അതിനുവേണ്ടി രാവിലെ ഞങ്ങൾ വരും, വൈകുന്നേരം വരും. നഹ്നു നഗ്ദു അലൈക വനറൂഹ്, പ്രഭാതത്തിൽ വരും, പ്രദോഷത്തിൽ വരും. എന്നിട്ട് താങ്കളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കും, താങ്കളുടെ കൂടെ ഇരിക്കും. എന്നാൽ വഗദൻ തുർഫഉ മഅൻ നബിയ്യീൻ, നാളെ താങ്കൾ നബിമാരിലേക്ക് ഉയർത്തപ്പെടും. ഫലാ നസ്ലു ഇലൈക, ഞങ്ങൾക്ക് താങ്കളുടെ അരികിലേക്ക് വരാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നാളെ താങ്കൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ വന്നാൽ നിങ്ങളെ കാണാൻ പറ്റില്ല, നിങ്ങൾ മരിച്ചുപോയില്ലേ.
നിങ്ങൾ മയ്യത്തെടുക്കും, നിങ്ങൾ അമ്പിയാക്കളുടെ പദവിയിലേക്ക് എത്തിയില്ല, അവർക്ക് നിശ്ചയിച്ച മരണാനന്തരമുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിയില്ലേ? ഫലം യറുദ്ദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅ, നബി അദ്ദേഹത്തിന് അൻസാരിക്ക് മറുപടി ഒന്നും കൊടുത്തില്ല. ഫാതാഹു ജിബ്രീൽ ബിഹാദിഹിൽ ആയ, സൂറത്തു നിസായിലെ ഒരു ആയത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. 64-ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? വമൻ യുതഇല്ലാഹ വർ റസൂൽ, ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത്, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹു ആർക്കാണോ നിഅമത്ത് നൽകിയത്, അനുഗ്രഹം ചൊരിഞ്ഞത്, അവരുടെ കൂടെയാണ്. അതാരൊക്കെയാണ്? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസാലിഹീൻ, നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹികൾ, അവരുടെ കൂടെയായിരിക്കും അവർ. നാളെ വഹസുന ഉലൈക റഫീഖ, അവർക്ക് നാളെ കൂട്ടുകാരായിട്ട് എത്ര മികച്ച കൂട്ടുകാരാണുള്ളത്, നബിമാരുടെ കൂടെ. അപ്പം അദ്ദേഹത്തിന് സന്തോഷമായി. കാരണം നാളെ നബിയെ കാണൂല, നബിയുടെ മുഖം നോക്കാൻ പറ്റൂല, നബിയുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല എന്നൊന്നും ചിന്തിക്കേണ്ട, നബിയുടെ കൂടെ കഴിച്ചു കൂട്ടാം സ്വർഗത്തിൽ. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും ഇതേ റിപ്പോർട്ട് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ആയത്തിറങ്ങിയപ്പോൾ ഫബഅസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബശറഹു, ആളെ പറഞ്ഞയച്ച് നേരത്തെ ആവശ്യമുണ്ടെങ്കിൽ സങ്കടം പറഞ്ഞ ആ അൻസാരിക്ക് നബി സന്തോഷം അറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇതാണ് ഹദീസ്. അപ്പൊ നബിയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ടാണ്. ഇന്ന് നബിയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന ശിയകളുടെ നിലപാട്, യഹൂദികളുടെ സംസ്കാരം, അതങ്ങനെ തന്നെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും സ്വീകരിച്ച് അത് ഈ ഉമ്മത്തിൽ പ്രചരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച പടപ്പുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും ആദരണീയൻ. എത്രത്തോളം എന്നാൽ ജിബ്രീൽ പോലുമല്ല, മീകായിൽ പോലുമല്ല, ജിബ്രീലിനേക്കാളും മീകായിലിനേക്കാളും അലൈഹിമസ്സലാം അവരെക്കാളും അള്ളാഹു പദവി നൽകിയിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസുണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, മാ ഖലഖല്ലാഹു വമാ ദറഅ മിൻ നഫ്സിൻ അക്റമു അലൈഹി മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയേക്കാൾ ആദരണീയമായ ഒരു നഫ്സിനെയും അള്ളാഹു പടക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല. വമാ സമീഅതുല്ലാഹ അഖ്സമ ബിഹയാതി അഹദിൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, ഒരാളുടെ ജീവിതത്തെ കൊണ്ടുപോലും അള്ളാഹു ആണയിട്ട് സംസാരിച്ചിട്ടില്ല ഇല്ലാ ബിഹയാതിഹി, മുഹമ്മദ് നബിയുടെ ജീവിതത്തെ കൊണ്ടല്ലാതെ. അള്ളാഹു പല സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതമാണ് സത്യം എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിയുടെ ജീവിതമാണ്. ഖുർആൻ അങ്ങനെ ഉണ്ടല്ല, അംറുഖ്, മുഹമ്മദേ നിന്റെ ആയുസ്സാണേ സത്യം, ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, അവർ അവരുടെ ലഹരിയിൽ വിഹരിക്കുന്നവരാണ് എന്ന് കുഫാറിനെ സംബന്ധിച്ച് മുഹമ്മദ് നബിയുടെ ആയുസ്സിനെ സത്യപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഏതെങ്കിലും ഒരു പടപ്പിന്റെ ആയുസ്സിനെ സത്യപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ്സാണേ സത്യം. ലഅംറുഖ് ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ വാചകമാണ്. ആരാ മുഹമ്മദ് നബി? ഞാൻ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. അന ദഅവത്തു ഇബ്രാഹിം വബിശാറത്തു ഈസ, ഈസാ അലൈഹി സ്വലാം സന്തോഷം അറിയിച്ചത് എന്നെ കുറിച്ചാണ് അല്ലെ? എന്താ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന? റബ്ബനാ വബഅസ് ഫീഹിം റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, എന്റെ സന്താനങ്ങളിൽ നീ ഒരു റസൂലിനെ നിയമിക്കണം, എന്നിട്ട് ആ റസൂൽ എന്ത് ചെയ്യണം? നിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കണം, അവർക്ക് കിതാബും സുന്ന ഹിക്മത്തും പഠിപ്പിക്കണം, അവരെ ശുദ്ധീകരിക്കണം. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ ഇസ്സത്തുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്, ശക്തിയുള്ളവനും പ്രതാപമുള്ളവനുമാണ് നീ, അതുകൊണ്ട് റസൂലിനെ നീ നിയമിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം ദുആ ചെയ്തതിന്റെ അനന്തരഫലമായിട്ടാണ് അള്ളാഹു എന്നെ റസൂലായി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പ്രകാരം അള്ളാഹു നിയമിച്ചു. എങ്ങനെ നിയമിച്ചു? ഷാഹിദൻ, ഒരു സാക്ഷിയായി. ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ഒരാൾ ഒരു മുസ്ലിമായി എങ്ങനെ ജീവിക്കണം, അയാളുടെ വിശ്വാസം, കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സംസ്കാരം, ഇങ്ങനെ വസ്ത്രധാരണം, വിവാഹം, കച്ചവടം തുടങ്ങിയ എല്ലാ മേഖലകളിലും നമുക്ക് മാതൃക അള്ളാഹുവിന്റെ റസൂലാണ്. ഷാഹിദൻ. രണ്ടാമതായി മുബശ്ശിറൻ, അദ്ദേഹം സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്. മൂന്നാമതായി നദീറൻ, നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്നവനാണ്.
നാലാമതായി വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി, അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ച് അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുന്നവനാണ് മുഹമ്മദ് നബി. അഞ്ചാമതായി വസിറാജം മുനീറ, പ്രദീപ്തമായ ഒരു പ്രകാശ വിളക്കാണ്, തിളങ്ങി നിൽക്കുന്ന ഒരു വിളക്ക്, കാണാനൊന്നും ബാക്കിയുണ്ടാവില്ല. നമ്മൾ എന്തൊക്കെ കാണണം അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരും. അങ്ങനെ ദീൻ മുഴുവൻ കാണിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വാങ്ങിപ്പോയത്. ഇനി കുറച്ച് പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ബാക്കി വെച്ചിട്ടില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നബിക്ക് നമ്മിൽ നിന്ന് ലഭിക്കേണ്ട ഒന്നാമത്തെ അവകാശം നബിയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇന്ന് നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് യഹൂദ ക്രൈസ്തവരുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെയാണ് കാണുന്നത്. ഷിയകളാണ് അഹ്ലുസുന്നയിലെ വലിയൊരു വിഭാഗത്തെ പഴപ്പിച്ചിരിക്കുന്നത്. നബി എങ്ങനെ സ്നേഹിക്കും? അവർക്ക് നബിയെ സ്നേഹിക്കാൻ കഴിയില്ല. നബി വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെ നബിയുടെ സ്നേഹം കിട്ടും? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി പറഞ്ഞു, ഫവല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെ സത്യം, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഞാൻ ഏതൊരാൾക്ക് സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം സന്താനങ്ങളെക്കാളും അഖില ജനങ്ങളെക്കാളും ഞാൻ ഏതൊരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നുവോ അതുവരെ ഒരാൾ മുഅ്മിനാവുകയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളാണെന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ നീ പറഞ്ഞ വാക്ക് ശരിയായിട്ടില്ല. കല്ലാ ലാ യാ ഉമർ, ഉമർ നീ പറഞ്ഞ ശരിയായിട്ടില്ല. നീ ഇങ്ങനെ പറയണം. എങ്ങനെ പറയണം? ഞാൻ കഴിഞ്ഞാൽ പിന്നെ നബി എന്ന് പറയാൻ പാടില്ല, നബി കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ, അങ്ങനെ പറയണം. അപ്പൊ എന്താണ്? എനിക്ക് എല്ലാറ്റിനേക്കാളും, എന്റെ നഫ്സിനേക്കാളും എന്റെ മാതാപിതാക്കളെക്കാളും ലോകത്തുള്ള അഖില ജനങ്ങളെക്കാളും നബിയെ, എനിക്ക് താങ്കളെയാണ് അങ്ങേയറ്റം ഇഷ്ടമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തി പറഞ്ഞു. എന്താ സംശയം? ഇത് സലഫികളാണ് കൃത്യമായിട്ട് പാലിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട പ്രകാരം സ്നേഹിക്കാൻ ഇന്ന് ഈ ഉമ്മത്തിൽ സലഫികൾക്ക് മാത്രമേ സാധിക്കൂ. ബാക്കി എല്ലാവരും മുനാഫിക്കുകളുടെ മാർഗത്തിൽ, യഹൂദികളുടെ മാർഗത്തിൽ, ബറയൽവികളുടെ മാർഗത്തിൽ, ഖുബൂരികളുടെ മാർഗത്തിൽ, പിഴച്ച സൂഫികളുടെ മാർഗത്തിൽ, യഹൂദ ക്രൈസ്തവരുടെ മാർഗത്തിലാണ് മുസ്ലിം ഉമ്മത്തിലുള്ളവർ തന്നെ ഉള്ളത് എന്നത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ്. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കുകയും അവർക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു അങ്ങനെ സൃഷ്ടികളിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രാധാന്യം കൊടുത്തു, അന്തിമ റസൂലായി തെരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, മലക്കുകളെക്കാൾ ഉത്കൃഷ്ടമായ സ്ഥാനം അദ്ദേഹത്തിന് നൽകി. ഇങ്ങനെ അള്ളാഹു ചെയ്യാറുണ്ട് എന്ന് സൂറത്തുൽ ഖസസിൽ 68-ാമത്തെ ആയത്തിൽ കാണാം. രണ്ടാമതായി നബിയെ ഇത്തിബാഅ് ചെയ്യണം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ ഇത്തിബാഅ് ചെയ്യണം, നബിയെ പിൻപറ്റണം. നബിയെ സ്നേഹിക്കുമെന്ന് തൊള്ളോണ്ട് പറയാം, എന്നിട്ട് യഹൂദികളും ക്രിസ്ത്യാനികളും ഷിയാക്കളും കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമ്മളും കാട്ടിക്കൂട്ടുക. പള്ളികളൊക്കെ അലങ്കരിക്കുക, മാർക്കറ്റുകളൊക്കെ അലങ്കരിക്കുക. നമ്മുടെ നാട്ടിലിപ്പോൾ പരിസരത്തൊക്കെ ഇങ്ങനെ ക്രൈസ്തവരെയും അതേപോലെ തന്നെ ബഹുദൈവാരാധകരെയും അവരുടെ നേർച്ചപ്പൂരങ്ങളിലും ഉത്സവങ്ങളിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് 2 ഉത്സവങ്ങളേ ഉള്ളൂ. അതൊന്ന് ചെറിയ പെരുന്നാളാണ്, ബലി പെരുന്നാളാണ്. അതിൽ പടക്കം പൊട്ടിക്കലും ആനയും അമ്പാരിയും എഴുന്നള്ളിക്കലും അതേപോലെ നാടുനീള ദീപാലങ്കാരങ്ങൾ നടത്തലും അതൊക്കെ മജൂസികളുടെ ഇബാദത്താണ്. അത്തരം ഇബാദത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നബിദിനത്തിന്റെ പേരിൽ പള്ളികൾ ചമയിക്കുന്നു, വീടുകൾ ചമയിക്കുന്നു. നമ്മുടെ ഈ പരിസരത്തൊക്കെ എന്താണ്, മാർക്കറ്റ് കിലോമീറ്ററുകളോളം ഈ പുത്തനത്താണി കുറ്റിപ്പുറത്തിനിടയിൽ ഇടവഴി കിലോമീറ്ററുകളോളം കച്ചവടക്കാരൊക്കെ പണം മുടക്കി തെറ്റായ കാര്യങ്ങൾക്ക് വിദേഹത്തിന് വേണ്ടി പണം മുടക്കാൻ പാടില്ല. അതിന് പണം മുടക്കിയിട്ട് അലങ്കരിക്കുന്നു. എന്തിനാ? അവിടെ മറ്റുള്ള ഉമ്മത്തുകളുടെ ഇടയിൽ തന്റെ സ്ഥാനം തെളിയിക്കാൻ വേണ്ടിയിട്ടോ. ഒരു മുസ്ലിം അവൻ അഭിമാനമുള്ളവനാണെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളോട് കൂറു പുലർത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റുകയും ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് തീർച്ചയായും ഉത്തമ മാതൃകയുള്ളത് അള്ളാഹുവിന്റെ റസൂലിലാണ്. നമുക്ക് മാതൃക യഹൂദികളിലല്ല, ഷിയകളിലല്ല, നാട്ടു നടപ്പുമായി നടക്കുന്ന കേവലം ദുനിയാവിനെ ഒരു കളിയും അലങ്കാരവുമാക്കി തീർത്ത് ദീനിനെ ഒരു കളിയാക്കി പരിഹാസമാക്കി തീർക്കുന്ന ആളുകളിലെല്ലാം അള്ളാഹു മാതൃക നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഇവരെന്ത് ചെയ്തു എന്നല്ല നമ്മൾ പരിശോധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും എന്ത് ചെയ്തു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബിയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഇത്തിബാഅ് വേണം. പലരും നബിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതിന് കുറ്റം പറയാൻ പറ്റില്ലെന്ന് വിചാരിക്കും. നബിയെ ഒരാൾ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ആ സ്നേഹത്തിന് അള്ളാഹു പ്രതിഫലം കൊടുത്തു എന്ന് വരും. പക്ഷെ ആ
നമ്മുടെ ആ സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ നടത്തുന്ന ചടങ്ങുകളും ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നബി മാതൃക ഉണ്ടായിരിക്കുക എന്നത് നിർബന്ധമാണ്. 40-ലേറെ ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യണം, അനുസരിക്കണം എന്നിങ്ങനെ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യത്തിൽ നബിയെ നമ്മൾ ഓവർടേക്ക് പാടില്ല. ഉത്സവം എത്ര, ആഘോഷം എത്ര, ഇത്ര വേണമെന്ന് നബി പഠിപ്പിച്ചു, അതിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. നബി എങ്ങനെ സ്നേഹിക്കണം നബി പഠിപ്പിച്ചു, അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, ഓ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ മുൻകടക്കാൻ പാടില്ല. അവർ പഠിപ്പിച്ച നിയമത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇത് നബിയെ സ്നേഹിക്കാനല്ലേ എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും വെറുക്കുന്നതും അദ്ദേഹം വിലക്കിയിട്ടുള്ളതുമായ കാര്യങ്ങൾ പോലും, മ്യൂസിക്കും ഡാൻസും പാട്ടും വരെ നബിദിനത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിയാക്കന്മാരുടെയൊക്കെ ആശീർവാദത്തോടുകൂടി ഒറ്റപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും എതിർക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ വ്യാപകമായി ജൂതായുസമാണ് നബി സ്നേഹം എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശക്തമായി സംസാരിച്ചേ മതിയാകും. നമ്മൾ നമ്മുടെ വൃത്തങ്ങളിലെങ്കിലും അതിനെ മാറ്റി നിർത്തുകയും നമ്മുടെ കീഴിലുള്ള റബ്ബ് നമ്മളോട് ആരെക്കുറിച്ചൊക്കെ നാളെ ചോദിക്കുമോ, നമ്മുടെ ഭാര്യമാരെ കുറിച്ചും മക്കളെ കുറിച്ചും നമ്മുടെ ചെലവിൽ കഴിയുന്നവരെ കുറിച്ചും അവർ ചെയ്ത തെറ്റുകുറ്റങ്ങളും അവർ പങ്കെടുക്കുന്ന തെറ്റായ സദസ്സുകളും നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അവിടെയെല്ലാം നമ്മുടെ ഈമാൻ നിലനിർത്തുന്നതിന്റെ ഭാഗമായി സുന്നത്ത് സ്ഥാപിക്കാൻ നമ്മൾ മതിയായേ പറ്റൂ, നമ്മൾ പണിയെടുത്തേ പറ്റൂ, നിർബന്ധമാണ്. കാരണം ഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിന്റെ കാര്യത്തിൽ പുതുതായത് കൊണ്ടുവരുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, ദീനിൽ പുതുതായി കൊണ്ടുവരുന്ന റസൂൽ പഠിപ്പിക്കാത്ത ഒന്ന് കൊണ്ടുവന്നാൽ അത് ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും അത് വഴികേടാണ്. വകുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകാഗ്നിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജുമുഅയുടെയും ആമുഖത്തിൽ ഇത് പഠിപ്പിച്ചുകൊണ്ട്, ഇതെന്തിനാ പഠിപ്പിക്കുന്നത്? നമ്മളതിൽ പോയി ചാടാതിരിക്കാനല്ലേ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ആരെങ്കിലും നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ അതിൽ പെടാത്ത ഒന്ന് പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ബിദ്അത്തിന്റെ അടിസ്ഥാനമായി പണ്ഡിതന്മാർ വായിച്ചു കേൾപ്പിക്കുന്ന ഹദീസാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്തത്. സമാനമായ മറ്റൊരു ഹദീസ് കൂടിയുണ്ട്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു നമ്മുടെ കൽപ്പനയില്ലെങ്കിൽ അത് തള്ളണം. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ നബിയുടെ കൽപ്പന ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. ദുനിയാവിന്റെ കാര്യത്തിൽ നമുക്ക് നബിയുടെ വിലക്കില്ലാതിരുന്നാൽ മതി. ദീനിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നബിയുടെ കൽപ്പന ഉണ്ടായിരിക്കണം. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ് ബിഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സഹാബികൾ നിർവഹിച്ചിട്ടില്ലാത്ത എല്ലാ ഇബാദത്തുകളും, ഏതൊരു ഇബാദത്തും ഫലാ തതഅബ്ബദു ബിഹാ, ആ ഇബാദത്തുകൾ നിങ്ങൾ നിർവഹിക്കരുത്. നബിയുടെ സഹാബത്ത് നിർവഹിക്കാത്ത ഒരു ഇബാദത്തും നിങ്ങൾ നിർവഹിക്കരുത്. പ്രഗത്ഭ സഹാബിയായ നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ പോലും എന്ന സ്ഥാനം പോലും ലഭിച്ചില്ല ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ പറയുന്നു, ഫഇന്നൽ അവ്വല ലം യദലിൽ ആഖിരി മഖാല, തീർച്ചയായും ആദ്യകാലക്കാർ അവസാനകാലക്കാർക്ക് വേണ്ടി ഒരു മക്കാലും ഒരു സംഭാഷണവും വിട്ടുപോയിട്ടില്ല. ആദ്യകാലത്ത് ജീവിച്ച സ്വഹാബികൾ പിൽക്കാലക്കാർക്ക് പുതിയതുണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കാതൊന്നും വിട്ടേച്ചു പോയിട്ടില്ല. ഫത്തഖുല്ലാ, അതിനാൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. യാ മഅ്ശറൽ ഖുറാ, കാരികളായിട്ടുള്ള സമൂഹമേ, ഖുദൂ ത്വരീഖ മൻ കാന ഖബ്ലകും, നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ള പൂർവികരുടെ മാർഗത്തെ മുറുകെ പിടിക്കണം. പൂർവികർ എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ, താബികൾ. സ്വഹാബികളുടെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് സ്വഹാബിയായിട്ടുള്ള ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു താബികൾക്ക് ഉപദേശം കൊടുത്തത് രേഖപ്പെടുത്തത് ഇബ്നു ബത്ത് അദ്ദേഹത്തിന്റെ ഇബാനയിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ അൽ ഇഹ്തിസാം എന്ന കൃതിയിൽ പറഞ്ഞു, അന്ന ഇബ്നുൽ മാജസൂൻ ഖാല, ഇബ്നുൽ മാജസൂൻ പറഞ്ഞു, അദ്ദേഹം ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ്. സമീഅതു മാലികൻ യഖൂൽ, ഇമാം മാലിക് പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദ്അത്ത്, നബി പഠിപ്പിക്കാത്ത ഒരു പുത്തനാചാരം കൊണ്ടുവന്നാൽ, യറാഹ ഹസനതൻ, നല്ലതാണ് എന്നാണ് അവൻ മനസ്സിലാക്കുന്നത്, നല്ലതല്ലേ എന്ന രീതിയിൽ ആരെങ്കിലും ഒരു പുതിയ സംഗതി കൊണ്ടുവന്നാൽ, ഫഖദ് സഅമ, തീർച്ചയായും അവൻ വാദിച്ചിരിക്കുന്നു, അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, മുഹമ്മദ് നബി തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട്. ലിഅന്ന അല്ലാഹ യഖൂൽ, കാരണം അല്ലാഹു തീർച്ചയായും പറഞ്ഞിരിക്കുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, എന്റെ ദീൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫമാലക്കും യകുൻ ഫമാലം യകുൻ യൗമഇദിൻ ദീന, മുഹമ്മദ് നബിയുടെ കാലത്ത് ഏതൊരു കാര്യം ദീൻ അല്ലയോ, ഫലാ യകൂനുൽ യൗമ ദീന, ഇക്കാലത്തും അത് ദീനായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ദീനായിട്ട് ഒരു സംഗതി കൊണ്ടു നടക്കണമെങ്കിൽ ഇത് മുഹമ്മദ് നബിയുടെ കാലത്ത് ദീനായിരിക്കണം.
നമ്മുടെ നാട്ടിൽ നബിദിനം കഴിക്കുന്ന ആളുകൾ, മീലാദ് കഴിക്കുന്ന ആളുകൾ, ജന്മദിനാഘോഷം കഴിക്കുന്ന ആളുകൾ, അവർ പോലും ഒരു കാര്യം സമ്മതിക്കും. എന്ത്? ഇത് റസൂൽ ചെയ്തിട്ടില്ല, ഇത് സ്വഹാബികൾ ചെയ്തിട്ടില്ല, ഇത് തബൗ താബിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് കരുതി പുതിയ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? റസൂൽ ഒട്ടകപ്പുറത്തല്ലേ പോയത്? നിങ്ങൾ കാറിലും ട്രെയിനിലും വിമാനത്തിലൊക്കെ പോകുന്നില്ലേ? എന്തേ നിങ്ങൾ പുതിയത് കൊണ്ടുവന്നില്ലേ? ഇത്ര ചിന്താശൂന്യരായി പോയല്ലോ നമ്മുടെ ജനത. അതൊക്കെ ഭൗതിക വിഷയങ്ങളല്ലേ? ദീനിൽ പുതിയത് എന്താ ഇവിടെ വന്നിട്ടുള്ളത്? ഒരുപാട് വർഷങ്ങൾ ഇവിടെ നാട്ടിൽ നടന്നു എന്നുള്ളതും ഒരുപാട് തലമുറകൾ ഏറ്റെടുത്തു എന്നുള്ളതും ഒരു സംഗതി ദീനാകാനുള്ള ന്യായമല്ല. ആരാണ് ഈ സംഗതി തുടങ്ങിയത് എന്ന് പഠിക്കണം. റസൂലാണ് തുടങ്ങിയത്, സ്വഹാബികളാണ് തുടങ്ങിയത് എങ്കിൽ നമുക്കത് പാലിക്കാമായിരുന്നു, നടപ്പാക്കാമായിരുന്നു. നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. നമ്മൾ ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും കഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആഘോഷമാക്കിയിട്ടുള്ളത് കൊണ്ടാണ്. എന്നാൽ ഈ കാര്യത്തിൽ മാതൃക സത്യം പറഞ്ഞാൽ തെമ്മാടികളായ ചില ആളുകളാണ്. സന്തഖത്ത്, മതനിഷേധം ആരോപിക്കപ്പെട്ടിട്ടുള്ള ചില സംഘങ്ങളാണ് എന്ന് ഇവർ പോലും അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ എഴുതി വെച്ചു പോയിട്ടുണ്ട്. ശിയഈകളാണ്. അതിൽ തന്നെ കടുത്ത റാഫിദികളായ ഉബൈദികളാണ് കൊണ്ടുവന്നത്. ദീനിനെ പരിഹാസമായി കാണുന്ന ജനങ്ങളാണ്. സന്തഖത്ത്, മതനിഷേധം ആരോപിക്കപ്പെട്ട ആളുകളാണ്. അവരുടെ കൂട്ടത്തിലെ ഒരു രാജാവ് തന്റെ ഭരണത്തിലെ അഴിമതി, ആ അഴിമതി നാട്ടിൽ പരാതിയായി വന്നപ്പോൾ അത് മറച്ചുവെക്കാൻ വേണ്ടി നബിസ്നേഹം എന്ന ഒരു പരിപാടി രാഷ്ട്രീയമായി നടപ്പാക്കുകയും രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി നടപ്പാക്കുകയും അങ്ങനെ ആ നബിസ്നേഹത്തിന്റെ മറവിലൂടെ തന്റെ അഴിമതി മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ചെയ്തൊരു ഭരണാധികാരിയാണ് ഇതിനെ ഒരു സാമൂഹിക ആചാരമായി ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് 6-ാം നൂറ്റാണ്ടിന് ശേഷം. അതുവരെ ചില ആളുകൾ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നബിയുടെ ചരിത്രങ്ങളൊക്കെ പറയും, അനുസ്മരിക്കുമെന്നുള്ള ഒറ്റപ്പെട്ട അത് തന്നെ വ്യതിയാന കക്ഷികളിൽ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഇന്ന് കാണുന്നത് പോലെ ഇന്ന് നബിയെ തന്നെ വിളിച്ചു തേടുന്ന, നബിയോട് പാപമോചനം തേടുന്ന പ്രാർത്ഥനകൾ, നബിയോട് നരകമോചനം തേടുന്ന പ്രാർത്ഥനകൾ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന മാലകളും മൗലിദുകളും ചൊല്ലിക്കൊണ്ടാണ് കഴിക്കുന്ന ആളുകൾ നബി സ്നേഹാണെന്ന് വിചാരിക്കും. എന്നിട്ട് നബിയെ എന്റെ പാപം പൊറുക്കണേ, നബിയെ എനിക്ക് നരകമോചനം തരണേ. ഒരു ഉമ്മത്തിനെ കാഫറാക്കാൻ ഇതിൽ പരം എങ്ങനെ സാധിക്കും? തൗഹീദിന് വേണ്ടി ജീവിക്കേണ്ട ഒരു ഉമ്മത്തിനെ ശിർക്കിന്റെ വക്താക്കളാക്കി മാറ്റുന്ന കൊടിയ ചതിയാണ് ജന്മദിനാഘോഷം, മീലാദ് നബി എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുരോഹിതന്മാർ ഭൗതിക നേട്ടങ്ങൾക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും വേണ്ടിയും വിവരമില്ലായ്മ കൊണ്ടും ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും നോക്കിയിട്ടല്ല ദീനിൽ ഒരു കാര്യം സ്വീകാര്യമാകുന്നത്, പ്രമാണത്തിന്റെ പിൻബലമുണ്ടോ എന്നത് നോക്കിയിട്ടാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുറബ്ബിൽ കഅബ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറയാണ്, ദഖൽതുൽ മസ്ജിദ, ഞാൻ പള്ളിയിലേക്ക് ചെന്നു, ഫൈദ അംർ ഇബ്നുൽ ആസ് ജാലിസുൻ ഫീ ദില്ലിൽ കഅബ, അംർ ഇബ്നുൽ ആസ് അവിടെ കഅബാലയത്തിന്റെ തണലിൽ ഇരിക്കുന്നുണ്ട്. വന്നാസു മുജ്തമിഊന അലൈഹി, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ ചുറ്റും ഏതാനും സ്വഹാബികളും ഇരിക്കുന്നുണ്ട്. ഫഅതൈതുഹും, ഞാൻ അവരിലേക്ക് ചെന്നു. ഫജലസ്തു ഇലൈഹി, അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നിരുന്നു. ഫഖാല, അപ്പോൾ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫർ, ഞങ്ങൾ ഒരിക്കൽ നബിയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. ഫനസൽനാ മൻസിലൻ, ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങി വിശ്രമിക്കാൻ വേണ്ടി. ഫമിന്നാ മൻ യുസ്രിഹു ഖിബാഹു വമിന്നാ മൻ യൻതദിലു വമിന്നാ മൻ ഹുവ ഫീ ജസദിഹി, അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ ചില ആളുകളൊക്കെ ടെന്റുകൾ നന്നാക്കുന്നുണ്ട്, വേറെ ചില ആളുകളൊക്കെ അമ്പ് ശരിയാക്കുന്നുണ്ട്, വേറെ ചില ആളുകളൊക്കെ ഈ ഒട്ടകത്തെയും മറ്റുമൊക്കെ വെള്ളം കുടിപ്പിക്കാനും മറ്റുമൊക്കെ തെളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലി ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. ഇതിനാദാ മുനാദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ ആ വിശ്രമ സ്ഥലത്ത് ചെറിയ ചെറിയ പണികളിലൊക്കെ മുഴുകി ഞങ്ങൾ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്ന ഒരാൾ പറഞ്ഞു, അസ്സലാത്തു ജാമിഅ, ഇതാ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കേണ്ടതാണ്, എല്ലാവരും നിസ്കരിക്കാൻ വരും. അങ്ങനെ ഫജ്തമഅനാ ഇലാ റസൂലില്ലാ, ഞങ്ങൾ ആ വിശ്രമ സ്ഥലത്ത് ഞങ്ങളുടെ പരിപാടികളൊക്കെ നിർത്തിവെച്ച് നിസ്കരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബലി, എനിക്ക് മുമ്പ് ഒരു നബിയും കടന്നു പോയിട്ടില്ല, ഇല്ലാ കാന ഹഖൻ അലൈഹി, ആ നബിക്ക് കടമയില്ലാതെ. എന്താണ് എല്ലാ നബിമാരുടെയും കടമ? അൻ യദുല്ല ഉമ്മതഹു അലാ ഖൈരിൻ മാ യഅലമുഹു ലഹും, ആ നബി മനസ്സിലാക്കിയിട്ടുള്ള നന്മകൾ എന്തൊക്കെയുണ്ടോ മുഴുവൻ നന്മകളും ആ ഉമ്മത്തിന് കാണിച്ചു കൊടുക്കണം. വയുൻദിറഹും, ആ നബിയുടെ കടമ എന്താണെന്നറിയാമോ? തങ്ങളുടെ ഉമ്മത്തുകളെ താക്കീത് ചെയ്യണം. എന്തിനെ കുറിച്ച്? ശർറമായ ലമുഹൂലഹും, അവർക്ക് ശർറാണ്, ദോഷമാണ്, തിന്മയാണ് എന്നും അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് ഒരു കാര്യം പഠിച്ചാൽ അത് തിന്മയാണ്, ചെയ്യാൻ പാടില്ല എന്ന് താക്കീത് ചെയ്യാതെ ഒരു നബിയും എനിക്ക് മുമ്പുണ്ടായിട്ടില്ല. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കം എല്ലാ നബിമാരും നന്മ
പുണ്യം എന്ന നിലയിൽ ദീനായി എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ആ ഉമ്മത്തിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. തിന്മ, ബിദ്അത്തുകളും ഹറാമുകളും എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അവരെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്തിട്ടുണ്ട്. തിന്മകൾ താക്കീത് ചെയ്യാതെയും നന്മകൾ ദലീൽ ചെയ്യാതെ കാട്ടിക്കൊടുക്കാതെയും ഒരു നബിയും എനിക്ക് മുമ്പ് കടന്നുപോയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. നബിയുടെയോ സ്വഹാബത്തിന്റെയോ കാലത്തില്ലാത്ത ഒരു ആചാരവും ഒരനുഷ്ഠാനവും ഒരു ആഘോഷവും ഇസ്ലാമായി നമുക്ക് പരിഗണിക്കാൻ സാധ്യമല്ല. തറക്തുക്കും അലാ മിസ്ലിൽ ബൈളാ, വെളുത്ത ഒരു മാതൃകയിൽ, ശുഭ്രമായ ഒരു മാതൃകയിൽ, തെളിഞ്ഞ ഒരു വഴിയിൽ ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നു. മരിക്കുന്നതിന് മുമ്പ് നബി പറയാൻ ലൈലുഹ കനഹാരിഹ, അതിന്റെ രാത്രി അതിന്റെ പകല് പോലെയാണ് എന്ന് പറഞ്ഞാൽ പകല് നല്ല വെളിച്ചാണല്ലോ, ഇത് രാത്രിയും നല്ല വെളിച്ചാണ്, തപ്പിത്തടയാനില്ല. ആശയക്കുഴപ്പങ്ങൾക്ക് പഴുതില്ലാത്ത കൃത്യമായ ആശയവും ആദർശവുമാണ് നബി നമുക്ക് നൽകിയത്. അത് ഒരു കൂട്ടർ അങ്ങനെ പറയുന്നു, ഒരു കൂട്ടർ ഇങ്ങനെ പറയുന്നു, അപ്പൊ നമ്മൾ ഇതിൽ ഏത് തെരഞ്ഞെടുക്കും എന്ന ആശയക്കുഴപ്പത്തിലാകാൻ ഒരു വകുപ്പുമില്ല. നമ്മൾ തെളിഞ്ഞത് സ്വീകരിക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ട് ആശയക്കുഴപ്പത്തിലാകുന്നു എന്നല്ലാതെ പ്രമാണം എവിടെ എന്ന് ചോദിച്ചാൽ കാണിച്ചിട്ട് ന്യായീകരണമാണ്. പ്രമാണമൊന്നും കാണില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും നബി ചെയ്യണമെന്നുണ്ടോ, സഹാബികൾ ചെയ്യണമെന്നുണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ചത് നബിയുടെ കാലത്തല്ലേ? അതിപ്പം പിന്നെ നബിയുടെ മാതൃകയാണോ? നബിയുടെ മാതൃക അല്ലാതെ അബൂബക്കർ സിദ്ദീഖ് പ്രവർത്തിക്കും? സഹാബികളെ പറ്റി നബി എന്താ പറഞ്ഞത്? ഫഅലൈക്കും ബിമാ അറഫ്തും മിൻ സുന്നത്തി വസുന്നത്തിൽ ഖുലഫ, എന്റെ ചര്യയും സഹാബത്തിന്റെ ചര്യയും മുറുകെ പിടിക്കണമെന്ന. കാരണം എന്താ? നബിയുടെ മാതൃകയുള്ളതേ സ്വഹാബികൾ ചെയ്യൂ. സ്വഹാബികൾ ഖുർആൻ ക്രോഡീകരിച്ചിട്ടുണ്ടെങ്കിൽ നബിയുടെ മാതൃക അതിലുണ്ട്. മാത്രമല്ല ആ ഖുർആൻ ക്രോഡീകരിച്ച സ്വഹാബികളുമല്ല നബിയുമല്ല, അള്ളാഹു തന്നെയാണ്. ഓരോ ആയത്തിറങ്ങുമ്പോഴും ഇന്ന ആയത്ത് ഇന്ന സൂറത്തിലാണ് വേണ്ടത്, അത് ഇന്ന ആയത്തിന് ശേഷമാണ്, ഇന്ന ആയത്തിന് മുമ്പാണ് വേണ്ടത് എന്ന് കൃത്യമായി വഹിയുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതോടുകൂടി ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ അതിനിടയിൽ പല സന്ദർഭങ്ങൾ ഇറങ്ങിയ ആയത്തുകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ക്രോഡീകരിച്ചത്. അല്ലാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടപ്രകാരം ഒരു ക്രോഡീകരണം നടത്തിയതല്ല. ഇങ്ങനത്തെ ചില ഉഡായിപ്പ് ന്യായീകരണങ്ങൾ പറഞ്ഞ് ബിദ്അത്തിലേക്കും ശിർക്കിലേക്കും നമ്മുടെ ഉമ്മത്തിനെ തള്ളിയിടുന്ന പുരോഹിതന്മാരെ സൂക്ഷിച്ചുകൊള്ളണം. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് തറകനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യുഹദികു ത്വായിറുൻ ജനാഹിഹി ഫിസ്സമാ ഇല്ലാ അദ്കറനാ മിൻഹു ഇൽമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ചു പോയിട്ടുണ്ട്. ആകാശത്തിലൂടെ രണ്ട് ചിറകുകളും ചലിപ്പിച്ചുകൊണ്ട് ഒരു കിളി പറന്നു പോവുകയാണെങ്കിൽ ഒരു ഇൽമം അത് മുഖേന നമ്മെ പഠിപ്പിക്കാതെ പ്രവാചകൻ പോയിട്ടില്ല. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, അബൂദർ ഗിഫാരി പഠിപ്പിച്ച വാക്കെന്താണെന്ന് അറിയാമോ? മാ ബഖിയ ശൈഉൻ യുഖർരിബു മിനൽ ജന്ന വയുബായിദു മിനൻ നാർ ഇല്ലാ വഖദ് ബുയ്യിന ലക്കും. സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കപ്പെടുന്നതോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതായ ഒരു കാര്യവും വിവരിച്ചു തരാതെ പോയിട്ടില്ല. പിന്നെ നബിദിനത്തിന്റെ കാര്യം മാത്രം നബി പറയാൻ വിട്ടുപോയത്? അങ്ങനെയല്ല. നബി അത് പറഞ്ഞിട്ടില്ല, അത് ദീനല്ല. ദീനായി നബി എന്ത് കൽപ്പിച്ചോ അത് മാത്രം കൃത്യമായി പാലിക്കുന്ന, സമൂഹത്തിൽ കാണുന്ന ഹാവഭാവങ്ങളും കോപ്രായങ്ങളും ജനങ്ങളുടെ ഭൂരിപക്ഷ നിലപാടുകളും കണ്ട് വശംവദരായി ദീൻ നശിപ്പിക്കാതെ ഹക്കിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഊസികും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. തഖ്വയോടെ ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്തബിയു ആസാറന വലാ തബ്തദിയു ഫഖദ് കഫീതും. നിങ്ങൾ ഒരിക്കലും ബിദ്അത്തുകൾ ചെയ്യരുത്, പുതിയത് ദീനായിട്ട് കൊണ്ടുവരരുത്. നിങ്ങൾ ഞങ്ങളുടെ, അതായത് സ്വഹാബത്തിന്റെ കാൽപ്പാടുകൾ പിൻപറ്റണം, നിങ്ങൾക്കതു മതി. അബൂദാവൂദിന്റെ സുനനിൽ സ്വഹീഹായി വന്നിട്ടുള്ളതാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വലിയ കുറ്റമാണ്, ലലാലത്താണ്, നരകത്തിലാണ്. സ്വഹാബത്തോ ഉത്തമ തലമുറയോ 4 ഇമാമുകളുണ്ടല്ലോ, ഇമാം അബു ഹനീഫ, അതേപോലെ തന്നെ ഇമാം ഷാഫിഈ, ഇമാം അഹമ്മദ്, ഇമാം മാലിക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ 4 ഇമാമുകളുണ്ടല്ലോ റഹിമഹുമുല്ലാഹ്. ഇവരാരും നബിദിനം കഴിച്ചിട്ടില്ല. അവരുടെ കിതാബുകളിലൊന്നും, എത്രയ്ക്ക് ഷാഫി ഫിഖ്, അവർ ആ ഫിഖുകളിലൊന്നും നബിദിനം കഴിക്കേണ്ട രൂപം ഒരു അധ്യായം പോലുമില്ല. പെരുന്നാൾ കഴിക്കേണ്ട വിശേഷമുണ്ട്. നിങ്ങൾ നോക്കൂ, അപ്പൊ എത്ര പിൽക്കാലത്താണ് വന്നത്. കൂടുതൽ ആളുകൾ ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ. എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര കള്ളൂടിയന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്തൊക്കെ തോന്നിയാസങ്ങളാണ്. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നത്. നാട്ടിൽ ഇങ്ങനെ തോന്നിയാസങ്ങളുണ്ട് എന്ന് കരുതിയിട്ട് അതൊന്നും ദീനായിട്ട് പരിഗണിക്കാൻ സാധ്യമല്ല. പുരോഹിതന്മാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്. പുരോഹിതന്മാരെ സൂക്ഷിക്കാൻ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ സ്വത്ത് ബാത്തിലായി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു, തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ
പണ്ഡിത പുരോഹിതന്മാരെ ആക്ഷേപിച്ചു പറഞ്ഞു. അത്തരം പണ്ഡിത പുരോഹിതന്മാരുടെ ഗണത്തിൽപ്പെടാതിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവരെ പിൻപറ്റാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നാണ് എന്നുള്ളത് സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ്. റബീഉൽ അവ്വൽ 12 അഭിപ്രായം മാത്രമാണ്. ഒരുപാട് അഭിപ്രായങ്ങളിൽ 3-മോ 4-മോ മാത്രം പരിഗണിക്കപ്പെടുന്ന ഒരു അഭിപ്രായമാണ് റബീഉൽ അവ്വൽ 12. റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെയാണ് നബി ജനിച്ചത് എന്നത് പോലും സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ നബിയുടെ വഫാത്ത് അത് റബീഉൽ അവ്വൽ 12 എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ചരിത്രത്തിൽ ഏറ്റവും സ്ഥിരപ്പെട്ട കാര്യം. അത് റബീഉൽ അവ്വൽ 12 എന്നത്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിലുണ്ടെങ്കിൽ പോലും ഏതായിരുന്നാലും ശരി, നിങ്ങൾ നോക്കൂ. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇബാദത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച നോമ്പ്, അന്നാണ് ഞാൻ ജനിച്ചത്, ഫീഹി ഉലിത്തു ഫീഹി ഉൻസില അലയ്യ, അന്നാണ് എനിക്ക് ഖുർആൻ അവതരിച്ചു തുടങ്ങിയത് എന്ന് നബി സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നബിയോട് സ്നേഹം, നബി സ്നേഹത്തിന്റെ പേരിൽ ഒരു കാര്യം നബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറക്കാൻ പാടില്ല. ഈ സുന്നത്തുകൾ, ഇതിപ്പോൾ തിങ്കളാഴ്ചയാണ് നബിദിനം വരാൻ പോകുന്നത്. ഒരെണ്ണോ നോമ്പെടുക്കാനല്ല പോകുന്നത്, നേരെ മറിച്ച് ഉത്സവമാക്കി പെരുന്നാളാക്കി. ചിലർ പെരുന്നാളിനേക്കാളും വലിയ പെരുന്നാളാക്കാനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രാധാന്യമുള്ള ദിവസമാണ് റബീഉൽ അവ്വൽ എന്ന് പറയാൻ നമ്മുടെ പുരോഹിതന്മാർ ധൈര്യപ്പെട്ടിട്ടുണ്ട്. നഊദു ബില്ലാഹ്. ദിവസങ്ങൾക്ക് പുണ്യം നിശ്ചയിക്കാൻ നമുക്ക് അവകാശമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത, ദുൽഹിജ്ജയുടെ പ്രത്യേകത, ഉൽഹിജ്ജയുടെ പ്രത്യേകതയും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. റബീഉൽ അവ്വലിന്റെ ഒരു പ്രത്യേകത പഠിപ്പിച്ചത് കാണാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഏതായിരുന്നാലും ശരി, നമ്മെ സംബന്ധിച്ചുള്ള ആവർത്തിക്കുന്ന 2 ഈദുകൾ, 2 ഉത്സവങ്ങൾ, അത് പിന്നെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും മാത്രമാണ്. ഇത് പോരാതെ പ്രധാനമായി ഇന്ന് നബിദിനത്തിന്റെ പേരിൽ നടക്കുന്നത്, ഇപ്പം പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമുക്കെതിരല്ല, അത് ഏത് കാലത്തും പുണ്യം. റബീഉൽ അവ്വലും കൊടുത്തോട്ടെ. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, സൽക്കാരങ്ങൾ നടത്തുക, അത് കുറ്റകരമായ കാര്യമേ അല്ല. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, അതൊക്കെ ശരിയാണ്. ഇതൊക്കെ ഒരു ഇബാദത്ത് ഒരു പ്രത്യേക ദിവസത്തിൽ കൊണ്ടുവരും. അതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. അങ്ങനെയാണ് ബിദ്അത്ത് ഉണ്ടാവുക. അവസാനം അവനിൽ ഇസ്ലാമില്ലാതെ പോകും. പുതുതായി ഉണ്ടാക്കിയത് മാത്രം അവന്റെ കയ്യിലുണ്ടാകും. അള്ളാഹു പഠിപ്പിച്ചതൊക്കെ താഴോട്ട് പോകും. നമ്മൾ അള്ളാഹു പഠിപ്പിച്ചത് തന്നെ ചെയ്താലും തീരാത്തത്രയുണ്ട് സ്ഥിരപ്പെട്ടത്. അത് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുക എന്ന ദൗത്യം നമ്മുടെ പണ്ഡിതന്മാർ നിർവഹിക്കുന്നുമില്ല എന്നുള്ളത് ഖേദകരമാണ്. അതിൽപ്പെട്ട ഒന്ന് മാത്രമാണ് ഞാൻ ഈ തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സലഫികൾ നബിദിനത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അവർ ബിദ്അത്തിനെയാണ് എതിർക്കുന്നത്. പലരും നബി സ്നേഹത്തെയാണ് എതിർക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കും. എന്ത് ചെയ്യും? നമ്മൾ ബിദ്അത്തിനെയാണ് എതിർക്കുക. ബിദ്അത്ത് നരകത്തിലായതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇവിടെ നബിയെ സ്നേഹിക്കുന്ന ഒരു പ്രവർത്തനം, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടാടുന്നതിൽ നമുക്ക് എന്താണ് സങ്കടം, എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അത് ദീനിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രം നടത്തുന്നവർക്ക് പോലും ഇത് ഉത്തമ തലമുറയിൽ ഉണ്ട് എന്ന് അവകാശമില്ല. അത് ഹിജറ 300-ന് ശേഷം വന്നതാണെന്നാണ് മുസ്ലിയാക്കന്മാർ വരെ പാടി നടക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്ത് പിന്നെ നടക്കുന്ന കാര്യം ഈ മാല മൗലിദുകളുടെ പാരായണമാണ്. മാല മൗലിദുകളൊക്കെ ശിർക്കും കുഫറും കലർന്നതാണ് എന്ന് കാണാൻ സാധിക്കും. എത്ര ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? ഈ ഉമ്മത്തിലെ പൂർവികരെക്കുറിച്ച്, സഹാബികളെക്കുറിച്ചും താബികളെക്കുറിച്ചും ഒരു ധാരണയുമില്ലാത്ത ജാഹിലുകളാണ് മൗലിദ് ആഘോഷിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു മുഅ്മിനിന്റെ വിശ്വാസം ഒരിക്കലും ഈ ജാഹിലുകളുടേതോ ബിദഈകളുടേതോ ക്രൈസ്തവ യഹൂദരുടേതോ ആകാൻ പാടില്ല. നബിയുടെ ജനത്തെ സന്തോഷിക്കേണ്ടതെന്ന് വെച്ചാൽ സ്വഹാബികൾ സന്തോഷിച്ചിട്ടുണ്ട്, അതുപോലെയാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. അത് ദീൻ പാലിച്ചും അദ്ദേഹത്തെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടുമാണ്. അല്ല ഖദീജ ബീവിയുടെ ജന്മദിനത്തിന് നബി ആടിനെ അറുത്തിട്ട് പാവങ്ങൾക്ക് വിതരണം കൊടുത്തു ബുഖാരിലെ ഹദീസ് ഉണ്ടല്ലോ. ചില മുസ്ലിയാക്കന്മാർ പറയും നുണയാണ്. നേരെ മറിച്ച് വല്ലപ്പോഴും ആടിനെ അറുത്താൽ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് നബി അത് കൊടുക്കാറുണ്ടായിരുന്നു എന്നല്ലാതെ അത് ഖദീജ ബീവിയുടെ ജന്മദിനത്തിനാണെന്ന് ബുഖാരിയിലുമില്ല, സ്വീകാര്യമായ ഒരു ഹദീസ് ഗ്രന്ഥത്തിലുമില്ല. അത് കള്ളം പറയുന്നതാണ്. നബിയുടെ മദ്ഹ് പറയുന്നത് കുറ്റമാണോ? നബിയുടെ മദ്ഹേ പറയാൻ പാടുള്ളൂ, നബി ആക്ഷേപിക്കാൻ പാടില്ല. അതൊരു പ്രത്യേക ദിവസം അതിന് നിശ്ചയിച്ച് അന്ന് പുണ്യമുണ്ട്, ഇത് വരുന്നാളാണ് എന്ന് കരുതി ആരെങ്കിലും ചെയ്താൽ അത് ദീനിൽ പുതുതായി ഉണ്ടാക്കലാണ്. ഇബാദത്തുകളൊക്കെ തൗഖീഫിയത്താണ്. നബി പഠിപ്പിച്ചേർത്ത് നിൽക്കണം. നമ്മളെ വക കൂട്ടാനോ കുറയ്ക്കാനൊന്നും പാടില്ല. അതുകൊണ്ട് നബിയുടെ മദ്ഹ് പറയാൻ വേണ്ടി ഒരു പുതിയ പെരുന്നാൾ ഉണ്ടാക്കൽ, ഒരു മൗലിദ് പെരുന്നാൾ ഉണ്ടാക്കൽ ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നുള്ളതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. സീറാ പാരായണം കുറ്റമാണോ? ഇന്ന് സീറാ പാരായണം എന്നുണ്ട് മങ്കൂസ് മൗലിദാണ് ചെല്ലുന്നത്. ആൾക്കാർ ചോദിക്കും, ഞങ്ങൾ സീറാ പാരായണം അത്ര വലിയ കുറ്റമാണോ എന്ന് പറഞ്ഞാൽ ഇതിന് തെളിവില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ചെറിയ ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ കഷ്ണം മുറിച്ച് വരും. സീറ പാരായണം കുറ്റാണെന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല, സീറ പഠിക്കണം. നബിയുടെ സീറ പഠിച്ചവർ ഈ അഹ്ലി കിതാബിന്റെ ചര്യയിലേക്ക് പോകില്ല. ഷിയാക്കളുടെ ഏർപ്പാട് ഏറ്റെടുത്ത് പിടിക്കില്ല. നിങ്ങൾ നബിയുടെ ചര്യ ശരിക്കും പഠിക്കണം. ഇനി നോക്കൂ, നബിദിനത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഇമാം സുയൂത്തി പോലും പറഞ്ഞത് അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദിന്റെ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനം അത് പുതുതായി ഉണ്ടായതാണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ, ഉത്തമ തലമുറയിലെ
സാലിഹുകളായ സലഫിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും നബിദിനം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് നബിദിനം കഴിക്കാൻ പഠിപ്പിക്കുന്ന ആളുകൾ പോലും സമ്മതിക്കുന്നുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി മനസ്സിലാക്കണം. സഹീഹുൽ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ 25-ലേറെ സ്ഥലങ്ങളിൽ വിവിധ മസ്അലകൾ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. ഈ മൗലിദിന് ഖുർആനിലോ സുന്നത്തിലോ ഒരു അടിസ്ഥാനവുമില്ല. വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ. ഈ ഉമ്മത്തിലെ ഉലമാക്കളിൽ ആരിൽ നിന്നും ഇങ്ങനെ ഒരു അമൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ. ദീനിൽ അനുകരിക്കാൻ യോഗ്യരായ ഒരാളിൽ നിന്നും ഇത് വന്നിട്ടില്ല. അൽ മുതമസ്സിഖൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ. പൂർവികരുടെ ചര്യ മുറുകെ പിടിക്കുന്നവരിൽ മൗലിദില്ല. ബൽ മറിച്ച് ഹുവ ബിദ്അത്തുൻ. അത് ബിദ്അത്താണ്. അഹ്ദസഹൽ ബത്താലൂൻ. ബാത്തിലിന്റെ ആളുകളാണ് അത് കൊണ്ടുവന്നത്. വശഹ്വത്തു നഫ്സിൻ. ദേഹേച്ഛയുടെ ആളുകളാണ് കൊണ്ടുവന്നത്. ഇഖ്തനാ ബിഹൽ അക്കാലൂൻ. അത് പരിഗണിച്ച് നടപ്പാക്കി പോന്നിട്ടുള്ളത് ശാപ്പാട്ട് വീരന്മാരാണ്, ഭക്ഷണ കൊതിയന്മാരാണ് ഈ തോന്നിവാസങ്ങൾ നടപ്പാക്കി പോന്നിട്ടുള്ളത് എന്ന് ഇമാം ഫാക്കിഹാനി പോലും പറഞ്ഞു. ഇമാം ഫാക്കിഹാനിയെ ഇബ്നു അസ്ഖലാനി റഹിമഹുല്ലാഹ് ഒരുപാട് മസ്അലകൾ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ നമുക്ക് ഈ വിഷയത്തിലുണ്ട്. പിന്നെ ശിർക്കും കുഫറും കലർന്ന മുഹമ്മദ് നബി എന്റെ പാപം പൊറുക്കണേ, മുഹമ്മദ് നബിയെ നരകമോചനം തരണേ, അഊദു ബില്ലാഹ്. റബ്ബിനോട് മാത്രം നടത്തേണ്ട ഇസ്തിഗാസകൾ അള്ളാഹുവിന്റെ റസൂലിനോട് നടത്തുന്ന മങ്കൂസ് മൗലിദ്, ഷറഫലന മൗലിദ്, ബർദഞ്ചി മൗലിദ്, ഇങ്ങനെ സലാം ബൈത്ത് ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഇസ്തിഗാസ മുഹമ്മദ് നബിയോട് നടക്കുന്ന ശിർക്കൻ വരികൾ ഉൾക്കൊള്ളുന്നതാണ്. വളരെ പവിത്രതയോടുകൂടി നബി സ്നേഹമാണ്, പെരുന്നാളാണ്, ദീനാണ്, സ്വർഗം ഇപ്പൊ കിട്ടുമെന്ന് കരുതി നമ്മുടെ സാധുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും മുറുകെ പിടിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وصلى الله على من لا نبي بعده.